നമുക്കിന്ന് നല്ലൊരു അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല കിടിലൻ കോമ്പിനേഷനുമാണ്. നെയ്ച്ചോറിൻ്റെ ബിരിയാണിക്കോ ദമ്മിടാനോ അല്ലെങ്കിൽ സാദാ ചോറിനോ പൊറോട്ടയ്ക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് 1.5 കിലോ ബീഫ് എടുത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് വരട്ടാൻ എടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു എല്ലോട് കൂടിയിട്ടും കുറച്ച് നെയ്പ്പോട് കൂടിയിട്ടുള്ളത് വാങ്ങുക. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമുക്ക് ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിത് കുക്കറിലേക്ക് വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ബീഫിൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി ഇത് ഒരു പകുതി കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുക്കാക്കണ്ട. ഒരുപാട് കുക്കാക്കിയാൽ നമ്മളിത് 3 സ്റ്റെപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും വെന്തുടഞ്ഞു പോകുള്ളൂ. അതുപോലെ ബീഫ് വാങ്ങുമ്പോൾ ഒരുപാട് ഇളം ബീഫും വാങ്ങരുത്, ഒരുപാട് മൂത്ത ബീഫും വാങ്ങരുത്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. മുളക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുകിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണക്കുക. വെള്ളം നമ്മൾ ഏതായാലും കുടിക്കാൻ തിളപ്പിക്കുമല്ലോ. തിളപ്പിക്കുന്നതിൻ്റെ മേലെ ഇട്ടിട്ട് എല്ലാ സാധനവും ഞാൻ അതുപോലെ തന്നെ ഉണക്കിയെടുക്കുക. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഇടയിൽ ഇത് കാണിച്ചത്. അപ്പോൾ അതാ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട്. കുക്കർ തുറന്നിട്ട് നമ്മളിത് പകുതി വേവായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് മുഴുവനും ഒന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതെന്താ, ഞാനൊരു കുറച്ച് പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം ഇടുന്നത് 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ ഞാനിത് ഒരു 3 ടീസ്പൂൺ ഇടുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടിക്ക മസാല പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇട്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതിനുശേഷം ഞാൻ ഒരു ചെറിയൊരു ചെറുനാരങ്ങ ഇപ്പം ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ടും ചെറുനാരങ്ങ നീരെടുക്കുക. പിന്നെ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച ബീഫിൽ നിന്ന് കുറച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് മസാല ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. നമ്മൾ ഉണ്ടാക്കിയ ടിക്ക മസാലൻ്റെ പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊന്നും കണ്ടു നോക്കി. ഒരുപാട് ചിലവൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ വേണമെങ്കിലും ആ മസാല വാങ്ങാൻ കിട്ടും. അതിനുശേഷം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് ഞാൻ എല്ലും അവിടെ മാറ്റി വെച്ചിട്ട് ആ ഇറച്ചി മുഴുവൻ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാല പരട്ടി വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ അതൊരു 1 മണിക്കൂർ അരമണിക്കൂർ വെച്ചാൽ നല്ലപോലെ മസാല പിടിക്കും. ഞാനിപ്പോൾ അത് വെക്കണമൊന്നുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാനത് ഈ എണ്ണയിൽ ഞാൻ ഉള്ളി പൊരിച്ച എണ്ണയാണ്, അതുകൊണ്ടാണ് അതിൽ കരട് പോലെ തോന്നുന്നത്. അത് കരടല്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ബീഫും എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ബീഫ് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. നല്ലപോലെ മസാല ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ബീഫ് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല മൊരിയുമ്പോഴേക്കും തന്നെ ബീഫ് 3/4 വേവായി കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചതിന് ശേഷം കോരി എടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കോരി എടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് എണ്ണ ഒന്നും കുടിക്കാതെ നല്ലപോലെ കിട്ടും. ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മളിത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ 2 ഉള്ളി മുറിച്ചിട്ടിട്ട് ഇതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പൊറോട്ടൻ്റെ കൂടെയൊക്കെ. പക്ഷേ നമ്മൾ ഇതിലേക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് പൊരിച്ച അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ എൻ്റെ അടുത്ത് കറുത്ത ഏലക്കായ ഉണ്ടാകുന്ന അതും ഇടുന്നിട്ട്. അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം എന്താ എൻ്റെ ഇത് മീഡിയം സൈസുള്ള ഉള്ളിയാണിത്. അപ്പോൾ ഞാനൊരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മസാല ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കുക. അത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി കനല്ലാതെ മുറിച്ചെടുക്കുക. നേരിയതായിട്ട് മുറിച്ചെടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടും. വലിയ ഉള്ളിയാണ് നിങ്ങൾ എടുക്കുന്നത് പറഞ്ഞാൽ ഒരു 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ഒക്കെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് നല്ലപോലെ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഉള്ളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇത് വഴറ്റിയെടുക്കുക.
ഉള്ളി വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് എടുത്ത് നല്ലപോലെ ഒന്ന് ചായച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് വേണ്ടവർക്ക് എരിവ് കൂടുതൽ ഇട്ട് കൊടുക്കുക, കമ്മി വേണ്ടവർക്ക് കമ്മി ഇട്ട് കൊടുക്കുക. ഇത് 3 പാടെ നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലപോലെ ചായച്ചെടുത്തിട്ടുണ്ട്. അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ചായച്ചെടുക്കുക. അതിൻ്റെ ഈ പച്ചമണം നല്ലപോലെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 4 തക്കാളി എടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണ്. അപ്പോൾ 4 എണ്ണം എടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റി വെന്ത് സോഫ്റ്റായി കിട്ടും. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് എടുത്ത് അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി എണ്ണ തെളിയുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കട്ടെ. തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ഇടുക. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് എരിവൊന്നും ഒരുപാട് ഉണ്ടാവില്ല. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലൻ്റെ പൊന്നു എന്തോരം ടേസ്റ്റി ആയിരിക്കും അറിയോ. അതിന് ശേഷം ഞാനതിലേക്ക് 1 കൈപ്പൊടി നിറയെ മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാൻ പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ വെള്ളവും അതിലത്തെ എല്ലും പാടെ ഞാനിട്ട് ഇതിലേക്ക് നല്ലപോലെ ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ കളയരുത് കേട്ടോ. ബീഫിൻ്റെ വെള്ളം കൂടി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അത് ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നല്ലപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച ബീഫിനെ മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ കുറച്ചൊക്കെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടെയൊക്കെ കൊണ്ട് നടന്ന് തിന്നൽ കഴിഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ബീഫ് പൊരിച്ചത്. നമ്മൾ ടിക്ക മസാല ഉണ്ടാക്കാൻ ഒരുപാട് ചേരുവൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അടുക്കളയുള്ള സാധാ ചേരുവ വെച്ചിട്ട് 1-2 സാധനം മാത്രമേ നമുക്കത് ആവശ്യമുള്ളൂ. പിന്നെ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതിന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് അവിടെ ചെറിയ തീയിൽ കിടന്നിട്ട് അത് കുക്കാകട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നോക്കിയപ്പോൾ അതാ ആരിൻ്റെ അനാറൊക്കെ എടുത്തു കൊടുത്തിട്ട് കുരങ്ങെടുത്ത് തിന്നാണ് കേട്ടോ. അത് മലമ്പുഴ അവിടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങി വരികയാണ് കുരങ്ങുകൾ. എപ്പോഴും വരും. അതിൻ്റെ കുര കേട്ടിട്ട് നോക്കിയതാണ്. ഒരു കൂസലില്ലാണ്ടിരിക്കണേണ്ട. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ പേടിയാട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ തുറന്ന് ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കും വേണം. അത് മറക്കരുത്. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. അടിപൊളി മണമാണ് ഇതിങ്ങോട്ട് തുറക്കുമ്പോൾ കേട്ടോ. കിടിലം ബീഫ് വരട്ടിയതാണ്. ബീഫ് ടിക്ക മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം എന്നെ കൊണ്ട്